നമസ്കാരം. ഞാൻ ദേവ് സി പി ഒ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഏജൻ്റായി പ്രവർത്തിച്ച എൻ്റെ കാലഘട്ടത്തിൻ്റെ ഒരു അവലോകനം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഏജൻ്റായി 1979 ഓഗസ്റ്റ് 28 ആലുവ ബ്രാഞ്ചിൽ പ്രവേശിച്ചു. ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. വിദേശ മലയാളികളിൽ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. പ്രത്യേകിച്ചു കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളിലെ ഗൾഫ് നഴ്സുമാരെ ഇൻഷുറൻസ് ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ വിപുലമായി ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിനും സാധിച്ചു. ബിരുദാനന്തരം ഇൻഷുറൻസ് രംഗത്തെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കുകയും മുഴുവൻ സമയവും ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാർഷിക മേഖലയിൽ റബ്ബറിനുണ്ടായ വളർച്ച മനസ്സിലാക്കി ആലുവ ബ്രാഞ്ചിൽ നിന്നും 1984 ട്രാൻസ്ഫർ വാങ്ങി ചാലക്കുടി ബ്രാഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. 1987 അക്കാലത്തെ ഇന്ത്യയിലെ പ്രസിദ്ധനായ LIC ഏജൻറ്റ് ശ്രീനിവാസൻ അവറുകളെ കോയമ്പത്തൂരിൽ പോയി കാണുകയും അദ്ദേഹത്തിൽ നിന്നും ധാരാളം അനുഭവ സമ്പത്ത് ലഭിക്കുകയും ഉണ്ടായി. കമ്പ്യൂട്ടർ പരിജ്ഞാനം ആവശ്യകത അന്ന് വിപുലമായി മനസ്സിലാക്കുകയും ചെയ്തു. ചാലക്കുടി ബ്രാഞ്ചിൽ നിന്നും 1998 അങ്കമാലി ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു. ഇപ്പോൾ അങ്കമാലിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇൻഷുറൻസ് രംഗത്തുള്ള ജനങ്ങളുടെ താൽപ്പര്യം മൂലം ഈ മേഖല ഉന്നത വളർച്ചയിലാണ്. ഈ അവസരത്തിൽ പരമാവധി ഇൻഷുറൻസ് സംരക്ഷണം നൽകുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതിനായി ഇൻഷുറൻസ് മേഖലയെപ്പറ്റിയും ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളെപ്പറ്റിയും പരമാവധി അറിവ് നേടുക എന്നതാണ്. കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ പരമാവധി നേടുക എന്നതുമാണ്. ഇതിനായി പരമാവധി ട്രെയിനിങ് ക്ലാസുകളിൽ പങ്കെടുക്കുക എന്നതാണ്. അതിനായി പരിശ്രമിക്കുന്നു. മുൻകാലങ്ങളിൽ ഇൻഷുറൻസ് സംരക്ഷണം ലഭിച്ചവർ വീണ്ടും ഇൻഷുറൻസ് സംരക്ഷണം എന്നിൽ നിന്നും നേടുന്നു. എൻ്റെ 46 വർഷത്തെ അനുഭവം വച്ച് മുൻകാലങ്ങളിൽ കുട്ടികൾക്കുള്ള ബാലമന്ദിരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് അത് ആവശ്യമായിരുന്നു. ഇന്ന് ബാലമന്ദിരങ്ങൾ കുറവാണ്, പകരം വൃദ്ധമന്ദിരങ്ങളാണ്. ഇന്ന് ഇത് ആവശ്യമാണ്. വാർദ്ധക്യകാല പെൻഷൻ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ആയതിനാൽ യുവജനങ്ങളോടും വാർദ്ധക്യത്തിൽ എത്തിയവരോടും അത്യാവശ്യമായി പെൻഷൻ പോളിസി എടുക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൂടാതെ ആരോഗ്യ ഇൻഷുറൻസ് മെഡിക്ലെയിം പോളിസിയും അത്യാവശ്യമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും പെൻഷൻ പോളിസി എടുക്കാം. 2000 ആണ്ടിൽ എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കി. നിരവധി കമ്പ്യൂട്ടർ പരിശീലനങ്ങൾ പൂർത്തിയാക്കി. ടാലി അക്കൗണ്ട് സോഫ്റ്റ്വെയർ പഠിക്കുകയും ഓഫീസിൽ നടപ്പാക്കുകയും ചെയ്തു. സാമ്പത്തിക രംഗത്തുള്ള നിരവധി ഉൽപ്പന്നങ്ങളിൽ പഠനം നടത്തി. ഇതര ഇൻഷുറൻസ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങളെപ്പറ്റി പഠിക്കുകയും താരതമ്യം ചെയ്യുകയും ചെയ്തു. മെഡിക്ലെയിം പോളിസിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ഏജൻ്റാവുകയും കൂടി ചെയ്തു. ഇന്ത്യയുടെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും ഇൻഷുറൻസ് രംഗത്തെയും സാമ്പത്തിക രംഗത്തെയും പരിശീലനം ലഭിച്ചു. പൂന ഇഫ്സറ്റ് 1987, മദ്രാസ് LIC സോണൽ ട്രെയിനിങ് സെൻറ്റർ 2000, 2006, 2008, 2011, 2014 എന്നീ കാലഘട്ടങ്ങളിൽ. സെയിൽസ് ട്രെയിനിങ് സെൻറ്റർ കോഴിക്കോട് 1985, 1989, 1991, 1993, 1994, 1997. സാന്ത്വന കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് എറണാകുളം 2014, 2015. തിരുവനന്തപുരം ഡിവിഷണൽ ട്രെയിനിങ് ഓഫീസ് 1980, 1981, 1983. ഗോവ 2002, 2004. കൊൽക്കത്ത 2017, കോയമ്പത്തൂർ 2020, ബാംഗ്ലൂർ 2022, പോണ്ടിച്ചേരി 2025, എറണാകുളം ഡിവിഷണൽ ട്രെയിനിങ് സെൻറ്റർ 2025, YMCA തോട്ടുമുഖം ആലുവ 2025. ഇതുകൂടാതെ നിരവധി സ്ഥലങ്ങളിൽ നിന്നും പരിശീലനം ലഭിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരകളിൽ കേന്ദ്രീകരിച്ച് ഇൻഷുറൻസ് ആവശ്യകത ബോധ്യപ്പെടുത്തി ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ഇൻഷുറൻസ് സംരക്ഷണം നൽകി. ഒറ്റ ദിവസം 100-150 പേർക്ക് ഇൻഷുറൻസ് സംരക്ഷണം നൽകി. വയനാട് ജില്ലയിൽ കൽപ്പറ്റ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവിടങ്ങളിൽ ഇൻഷുറൻസ് സംരക്ഷണം നൽകി. പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരങ്ങൾ മനോഹരവും ശാന്തവും
അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം എന്നിവ ഇല്ലാത്ത പ്രദേശം. ബ്രിട്ടീഷുകാർ വെറുതെയല്ല ഇന്ത്യ കൈയടക്കിയത്. ബ്രിട്ടീഷുകാർ അവരുടെ വിവിധ കമ്പനികളിലൂടെ വിവിധ തോട്ടങ്ങൾ ആരംഭിച്ചു. റബ്ബർ, തേയില, ഏലം, കാപ്പി തുടങ്ങിയ നിരവധി. ഇവിടെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ. ബ്രിട്ടീഷുകാരുടെ ദീർഘദൃഷ്ടിയും ലക്ഷ്യബോധവും എഞ്ചിനീയറിംഗ് മികവും വൻകിട തോട്ടങ്ങൾ നിർമ്മിച്ച് ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതുമൂലം ഈ പ്രദേശങ്ങളിൽ തൊഴിൽ ലഭിച്ചത് മൂലം ദാരിദ്ര്യം ഇല്ലാതായി. പശ്ചിമഘട്ടം പ്രകൃതി രമണീയം, മനോഹരം, പ്രകൃതി നൽകിയ സ്വപ്നഭൂമി. പൊന്മുടി, കുട്ടിക്കാനം, പീരുമേട്, മൂന്നാർ, ഉമളി, ദേവികുളം, മാട്ടുപ്പെട്ടി, തട്ടേക്കാട്, വാഗമൺ, ഭൂതത്താൻകെട്ട്, മലയാർ, മലയാറ്റൂർ, ഏഴാറ്റുമുഖം, അതിരപ്പള്ളി, വാഴച്ചാൽ, വാൽപ്പാറ, മലക്കപ്പാറ, പെരിങ്ങൽകുത്ത്, ചിമ്മിണി, പാലപ്പള്ളി, വരന്തരപ്പള്ളി, വയനാട്, അങ്ങനെ കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് കാസർഗോഡ് ജില്ലയിൽ പാണത്തൂർ വരെ. ഇവിടെ ഇപ്പോൾ ധാരാളം റിസോർട്ടുകളും താമസ സൗകര്യങ്ങളും ഉണ്ട്. വിദേശത്തും അന്യ സംസ്ഥാനങ്ങളിലും ടൂർ പോകുന്നതിലും എത്രയോ മനോഹരം. ഈ പ്രദേശങ്ങളിൽ ഇൻഷുറൻസ് സംരക്ഷണം എത്തിക്കുവാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ മികച്ച പ്രവർത്തനത്തിന് നിരവധി തവണ സ്വർണ്ണ മെഡൽ ലഭിച്ചു. ഡിവിഷൻ മാനേജർ ക്ലബ് അംഗം, സോണൽ മാനേജർ ക്ലബ് അംഗം, ചെയർമാൻ ക്ലബ് അംഗം, കോടിപതി, സെഞ്ചൂറിയൻ, MDRT എന്നീ അംഗീകാരങ്ങൾ ലഭിച്ചു. സാമൂഹിക സേവനത്തിൻ്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഇൻ്റർനാഷണൽ 2002 മുതൽ 2022 വരെ പ്രവർത്തിച്ചു. ആയിരക്കണക്കിന് വ്യക്തികൾക്ക് തിമിര ശസ്ത്രക്രിയ ഓപ്പറേഷൻ നടത്തിയതിൻ്റെ ഭാഗമാകുവാൻ സാധിച്ചു. നിരവധി ഭവനങ്ങൾ, ചികിത്സാ സഹായം തുടങ്ങി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ സാധിച്ചു. ലയൺസ് ക്ലബ്ബ് ലോകത്തിൻ്റെ നാനാസ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നു. 200 രാജ്യങ്ങളിൽ 48,000 ക്ലബ്ബുകൾ, 14 ലക്ഷം അംഗങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടന. ലൈഫ് ഇൻഷുറൻസ് ഏജൻറ്റ് മെൽവിൻ ജോൺ സ്ഥാപിച്ചു അമേരിക്കയിൽ. മെൽവിൻ ജോൺ അദ്ദേഹത്തിൻ്റെ പോളിസി ഉടമകളുടെ മീറ്റിംഗ് എല്ലാ മാസവും കൂടിയിരുന്നു. അത് കാലാന്തരത്തിൽ വളർന്ന് ഇന്നത്തെ നിലയിലെത്തി. ഗൂഗിൾ മെൽവിൻ ജോൺ ലയൺസ് ക്ലബ്ബ് സെർച്ച് ചെയ്താൽ അറിയാം. സമൂഹത്തിൽ പരിശ്രമം കൊണ്ട് ഉന്നത വിജയം നേടിയവരാണ് അംഗങ്ങൾ. ആയതിനാൽ ഈ ആളുകളുമായുള്ള സൗഹൃദം എനിക്ക് വളരെ ഗുണം ചെയ്തു. ധാരാളം അനുഭവ സമ്പത്ത് നേടാൻ സാധിച്ചു. സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരുമായി അടുത്ത് ഇടപഴകുവാൻ സാധിച്ചു. ഈ പരിചയം ഉന്നത വേദികളിൽ പ്രയോജനമുണ്ടായി. ലയൺസ് ക്ലബ്ബ് ധാരാളം ഇതര ക്ലബ്ബ് അംഗങ്ങളുമായി ഇടപഴകുവാൻ അവസരം ലഭിച്ചു. ഗൾഫ് മലയാളികളിൽ ലൈഫ് ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്നതിന് 1993 ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയും അവിടെ മികച്ച പ്രവർത്തനം നടത്തുകയും ചെയ്തു. ഈ കാലത്ത് ലോകപ്രസിദ്ധ ഇൻഷുറൻസ് കമ്പനിയായിരുന്ന അമേരിക്കൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ ഗൾഫ് മേഖലയിലെ സബ്സിഡിയറി കമ്പനിയായ അമേരിക്കൻ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അലീക്കോയിൽ ചേരുകയും അവിടെ നിന്നും വിദഗ്ധ പരിശീലനം ലഭിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ വെച്ച് കാര്യങ്ങൾ അപഗ്രഥിച്ചപ്പോൾ LIC എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും അമേരിക്കൻ കമ്പനി ഉപേക്ഷിക്കുകയും ചെയ്തു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 2008 ചീഫ് ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ എന്ന തസ്തിക സൃഷ്ടിക്കുകയും എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ജനങ്ങളുമായി ഇടപഴകുമ്പോൾ അനുയോജ്യരായവരെ LIC ഏജൻ്റ് ആക്കുവാൻ സാധിക്കുന്നു. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഹബ്ബായ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ 2 ലക്ഷം IT പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു. വൈറ്റ് ഫീൽഡിൽ 1.5 ലക്ഷം, മടിവാളയിൽ 50,000 എന്നിങ്ങനെയായിരുന്നു. അവിടെ 2012 പ്രവർത്തിക്കുകയും ഇൻഷുറൻസ് സംരക്ഷണം നൽകുകയും ചെയ്തു. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ നിരവധി പോളിസികൾ ലഭ്യമാണ്. ഭവനം, വിദ്യാഭ്യാസം, വാർദ്ധക്യകാല പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ നിരവധി പ്ലാനുകൾ. ഇവ താങ്കളുടെ വരുമാനവും ഇതര സാമ്പത്തിക കാര്യങ്ങളും സംയോജിപ്പിച്ച് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ രൂപകൽപ്പന ചെയ്ത് ലഭ്യമാക്കുന്നതിന് വിളിക്കൂ. ദേവസി PO, മൊബൈൽ 94 46 21 50 19. ഇമെയിൽ licdevasi@gmail.com. യൂട്യൂബ് ചാനൽ LIC ദേവസി. യൂട്യൂബ് ID @PO Devasi LIC 9638. വാട്സാപ്പ് ചാനൽ LIC ദേവസി. ഓക്കെ, താങ്ക് യു.